Hi dears, welcome to Edream BCom online class. Today we are discussing BCOC 133 Business Law, second block General Law of Contract Part 2 and Unit 6 Void Agreements and Contingent Contracts. Void Agreements, Classification of Contract പഠിക്കുന്ന സമയത്ത് അതിന് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് വോയിഡ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വോയിഡ് എഗ്രിമെൻറ്റ്. സെക്ഷൻ 2 സബ്സെക്ഷൻ ജിയിൽ വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് എൻഫോഴ്സിബിൾ അറ്റ് ലോ നോൺ ആസ് വോയിഡ് എഗ്രിമെൻറ്റ്സ്. വോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വാല്യൂലെസ് എന്നാണ്, മൂല്യമില്ലാത്തത് അല്ലെങ്കിൽ വിലയില്ലാത്ത എഗ്രിമെൻറ്റുകൾ. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ ജിയിൽ പറയുന്നത് ഏതെല്ലാം എഗ്രിമെൻറ്റുകളാണോ കോടതിക്ക് മുന്നിൽ വാലിഡ് അല്ലാത്തത്, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ നമ്മൾക്ക് നിയമപ്രകാരം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത എഗ്രിമെൻറ്റുകളെയാണ് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു മൈനറുമായിട്ടൊരു കരാറുണ്ടാക്കുക, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് വേണ്ടി ഏതെങ്കിലും എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടാം. അങ്ങനെ കോടതിക്ക് മുന്നിൽ വാല്യൂ കിട്ടാത്ത എല്ലാ എഗ്രിമെൻറ്റുകളെയും നമ്മൾക്ക് വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരവും വേറെ ചില നിയമങ്ങൾ പ്രകാരവും ഒരുപാട് എഗ്രിമെൻറ്റുകളെ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രൂപീകരിക്കപ്പെടുന്ന സമയം മുതൽക്ക് തന്നെ വിലയില്ലാത്ത കരാറുകൾ, വോയിഡ് അബ് ഇനീഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. വാല്യൂലെസ് ഫ്രം വെരി ബിഗിനിങ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഇതിലെ കുറച്ച് എണ്ണത്തിനെ കുറിച്ചൊക്കെ കേട്ടതാണ്. അപ്പോൾ ചില എഗ്രിമെൻറ്റുകളെ അവയെ വിലയില്ലാത്തതാണ് അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ വാല്യൂലെസ് ആണ് എന്ന നിയമം തന്നെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഏകദേശം 11 ടൈപ്പ് എഗ്രിമെൻറ്റ്സ് ആണ് നമ്മളോട് ആ കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എഗ്രിമെൻറ്റ്സ് ബൈ or with persons incompetent to contract. സെക്ഷൻ 10 and 11 അതിലാണ് പറഞ്ഞിട്ടുള്ളത് കരാറിൽ ഏർപ്പെടാൻ യോഗ്യതയില്ലാത്ത വ്യക്തികളുമായി നമ്മൾ രൂപീകരിച്ചെടുക്കുന്ന നിയമങ്ങൾ. അതായത് മൈനർമാർ, ഇൻസോൾവൻസ്, ഡ്രങ്കാർഡ്സ്, അങ്ങനെ കുറേ ആളുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺസുമായി ഏർപ്പെടുന്ന എല്ലാ എഗ്രിമെൻറ്റുകളും വോയിഡ് എഗ്രിമെൻ്റ് ആണ്. സെക്കൻഡ് വൺ, agreements entered into through a mutual mistake of fact between the parties. സെക്ഷൻ 20 പറയുന്നതാണ് മ്യൂച്വൽ മിസ്റ്റേക്ക്, രണ്ട് പാർട്ടീസിനും പറ്റുന്ന ഒരു തെറ്റ്. എന്തിനെക്കുറിച്ച്? റിലേറ്റിംഗ് ടു ഫാക്ട്. നമ്മുടെ കോൺട്രാക്റ്റിൽ വരുന്ന ഫാക്റ്റിനെ കുറിച്ച് രണ്ട് പാർട്ടികൾക്കും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ്സിനും വാല്യൂ ഇല്ല. നമ്മൾ പഠിച്ചതാണ് മിസ്റ്റേക്ക്, മിസ്റെപ്രസെൻറ്റേഷൻ, അതൊക്കെ വരുന്ന സമയത്ത് മിസ്റ്റേക്ക് ഓഫ് ലോ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അതെല്ലാം. മൂന്നാമത്തെ കാറ്റഗറി, എഗ്രിമെൻറ്റ്സ് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ വിച്ച് ഈസ് അൺലോഫുൾ. സെക്ഷൻ 23 പറയുന്നതാണ് നിയമപ്രകാരമല്ലാത്ത ഒബ്ജക്റ്റോ കൺസിഡറേഷനോ ഉള്ള എഗ്രിമെൻറ്റുകൾക്ക് വാലിഡിറ്റി ഇല്ല. ദെൻ 4, എഗ്രിമെൻറ്റ് നാലാമത്തെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അതായത് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ നോട്ട് ലോഫുൾ, അൺലോഫുൾ ആയതാണ് മൂന്നാമത്തെ കാറ്റഗറി. നാലാമത്തേതിൽ ദ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് പാർട്ട്ലി അൺലോഫുൾ. ഭാഗികമായി നിയമവിരുദ്ധമായിട്ടുള്ള ലക്ഷ്യമോ അല്ലെങ്കിൽ കൺസിഡറേഷനോ ഉള്ള കോൺട്രാക്റ്റുകൾ, അവയ്ക്കും എന്തില്ല? വാലിഡിറ്റി ഇല്ല. ദെൻ അഞ്ചാമത്തെ കാറ്റഗറി, എഗ്രിമെൻറ്റ്സ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ന്യൂഡം പാക്റ്റം കഴിഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. കൃത്യമായ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനും ഇല്ലാതെ രൂപീകരിക്കപ്പെടുന്ന എഗ്രിമെൻറ്റ്. ഇത്രയും ഈ 5 കാറ്റഗറി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വോയിഡ് എഗ്രിമെൻറ്റ്സിലെ കാറ്റഗറികൾ വിശദമായി നോക്കിക്കഴിഞ്ഞതാണ്. ഇനി ബാക്കിയുള്ള 6 ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 6ാമത്തേത് എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. വിവാഹ സ്വാതന്ത്ര്യത്തെ തടയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകൾ. ദെൻ എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. സെക്ഷൻ 27 പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ. ദെൻ 8ാമത്തെ, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. നമ്മൾക്ക് നിയമപ്രകാരമുള്ള ഏതെങ്കിലും നടപടിക്രമങ്ങൾ, ഇപ്പോൾ പ്രോസിക്യൂഷനൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ
തടസ്സം വരുത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ. 9 അൺസർട്ടൈൻ എഗ്രിമെൻറ്റ്സ്, കൃത്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന എഗ്രിമെൻറ്റുകൾ. ദെൻ 10 വാഗറിംഗ് എഗ്രിമെൻറ്റ്സ്, വിലയില്ലാത്ത ഒരു തരം എഗ്രിമെൻറ്റ്സ് ആണ്, ബെറ്റിംഗ് ടൈപ്പിൽ വരുന്ന എഗ്രിമെൻ്റ് ആണ്. ദെൻ ലാസ്റ്റിൽ വരുന്നത് ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ്, സെക്ഷൻ 56 പറയുന്ന ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ്സ്. അങ്ങനെ 11 കാറ്റഗറിയാണ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് എന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്നത്. അതായത് എഗ്രിമെൻറ്റിന് തീരെ കോടതിക്ക് മുന്നിൽ വാല്യൂ കിട്ടില്ല എന്ന് ഉറപ്പുള്ള തരം എഗ്രിമെൻറ്റുകൾ. അപ്പോൾ ഈ എഗ്രിമെൻറ്റുകളിൽ ആദ്യത്തെ 5 നമ്മൾ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് 6ാമതായി വരുന്ന എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. ഒരു വ്യക്തിയുടെ വിവാഹ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ. സെക്ഷൻ 26 പറയുന്നത് സച്ച് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് ഓർ വാല്യൂലെസ്. ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിവാഹ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായി ഹനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും എഗ്രിമെൻറ്റുകളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല എന്നാണ് സെക്ഷൻ 26 പറയുന്നത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് 2 വ്യക്തികൾ എയും ബിയും. എ പ്രോമിസ്ഡ് ടു മാരി നൺ എൽസ് എക്സെപ്റ്റ് ബി ആൻഡ് ഇൻ ഡിഫാൾട്ട് പേ ഹെർ എ സം ഓഫ് ₹2000. എ ബിയോട് പറയാണ്, ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഇനി ബൈ ചാൻസ് വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് 2000 രൂപ തരാം എന്ന ഒരു എഗ്രിമെൻറ്റിൽ എത്താണ്. പിന്നീട് എ വേറൊരാളെ കല്യാണം കഴിച്ചു. അപ്പോൾ ബി കേസിന് ചെല്ലുകയാണ്. ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസിന് ചെന്നു. പക്ഷേ കോടതി പറഞ്ഞത് വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ആ വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം വേറൊരാളെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് 2000 രൂപ തരേണ്ട ബാധ്യത ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. ആ കേസ് ലവ് വേഴ്സസ് പിയേഴ്സ്, ആ കേസിൽ അങ്ങനെയാണ് കോടതി ഡിക്ലെയർ ചെയ്തത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വിവാഹ സ്വാതന്ത്ര്യത്തെ ഹനിക്കല്ല, അതിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. പെനാൽറ്റി ഫോർ റീമാരേജ്, ഒരു വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സ് ആവുകയോ അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോവുകയോ ഭാര്യ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവർ റീമാരേജിനെ കുറിച്ച് ചില എഗ്രിമെൻറ്റുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, റീമാരേജ് നടത്തിയാൽ നമ്മൾക്ക് ചില അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്നോ അങ്ങനെയൊക്കെയുള്ള ചില മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള എഗ്രിമെൻറ്റുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വാലിഡ് ആണ് എന്നാണ് കോടതി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് 2 കേസുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് റാവു റാണി വേഴ്സസ് ഗുലാബ് റാണി. അതിൽ അവർ ചെയ്തിട്ടുള്ളത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 co-widows, 2 വിധവകൾ തമ്മിൽ അവർ ഒരു എഗ്രിമെൻറ്റിൽ എത്താണ്. ഈഫ് വൺ ഓഫ് ദം റീമാരീഡ്, അവരിൽ ആരെങ്കിലും ഒരാൾ പുനർവിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷുഡ് ഫോർഫീറ്റ് ഹെർ റൈറ്റ് ടു ഹെർ ഷെയർ ഇൻ ഡിസീസ്ഡ് ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി. അവരുടെ ഭർത്താവ്, മരിച്ചുപോയ ഭർത്താവുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിലുള്ള അവകാശം നഷ്ടപ്പെടും. അപ്പോൾ അവർ 2 co-widows ആണ്. അവർ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയതാണ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയതാണ്. ഈ 2 വിധവകളിൽ ആരാണോ വേറൊരാളെ, അതായത് പുനർവിവാഹം ചെയ്യുന്നത്, അവർക്ക് ആ പഴയ ഭർത്താവിൻ്റെ, മരിച്ചുപോയ ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അവരൊരു എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു. ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ് എന്നാണ് കോടതി അപ്ഹെൽഡ് ചെയ്തത്. അതേപോലെ തന്നെ വേറൊരു കേസിൽ പറയുന്നുണ്ട് ബദു വേഴ്സസ് ബദറിന്നീസ. അതിൽ നിക്കാഹ് നാമ എന്ന് പറയുന്ന ഒരു വിവാഹ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിക്കാഹ് നാമ, ഈ അറേഞ്ച്മെൻറ്റിൽ പറയുന്നത് എ മുസ്ലിം ഹസ്ബൻഡ് authorizes his wife to divorce herself from him in the event of his remarrying a second wife is not void. ഇതിൽ ഈ നിക്കാഹ് നാമ എന്ന് പറയുന്ന മാരേജ് അറേഞ്ച്മെൻറ്റിൽ പറയുന്നത് ഒരു മുസ്ലിം ഭർത്താവ്, അദ്ദേഹം നിലവിലുള്ള ഭാര്യ ഉള്ളപ്പോൾ തന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹമോചനം നേടാനുള്ള അവകാശമുണ്ട് എന്നാണ് ഈ നിക്കാഹ് നാമ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു വിവാഹ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, അവർക്ക് എന്ത് ചെയ്യാം? ഇദ്ദേഹം വേറൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇയാളെ ഡിവോഴ്സ് ചെയ്തു പോകാം. അതേപോലെ തന്നെ
ഇയാൾക്ക് രണ്ടാമത്തെ ഭാര്യ, അതായത് വേറൊരാളെ കല്യാണം കഴിക്കാം. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ വാലിഡാണ്. അതേപോലെ വിവാഹമോചനം നേടി പോകുന്ന ആ ഭാര്യയ്ക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മെയിൻ്റനൻസ്, അതായത് അവർക്കുള്ള ജീവനാംശം എന്നൊക്കെ പറയില്ലേ, അവർക്ക് പിന്നീട് ജീവിക്കാനുള്ള ഒരു സഹായം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു കൃത്യമായ തുക നൽകേണ്ടതായും വരും. അപ്പം നിക്കാഹ് നാമ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റിൽ ഒരു മുസ്ലിം ഭർത്താവ് ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറൊരാളെ വിവാഹം കഴിച്ചാൽ ആദ്യ ഭാര്യയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് വിവാഹമോചനം നേടാനും ജീവനാംശം വാങ്ങിക്കാനുമുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് ഈ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. വോയിഡ് എഗ്രിമെൻറ്റ്സിൽ ആറാമത്തെ കാറ്റഗറി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള എഗ്രിമെൻറ്റ്. നമ്മൾക്ക് ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് certain fundamental rights to Indian citizens and it include freedom to trade and commerce. നമ്മൾക്ക് സാധാരണ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ, അവർക്ക് കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഫ്രീഡം ടു ലിവ്, ഫ്രീഡം ടു ചൂസ് റിലേഷൻ, അല്ലെങ്കിൽ ഫ്രീഡം ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഫോർ ടേക്കിംഗ് എനി റിലീജിയൻ, അങ്ങനെ കുറേ അവകാശങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ നമ്മൾക്ക് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19Gയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാർക്കും അവനവന് ഇഷ്ടമുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടാനും വ്യാപാരം നടത്താനുമുള്ള അവകാശമുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 27ലും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെയും വ്യാപാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള എഗ്രിമെൻറ്റുകളും നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് വാലിഡിറ്റി ഇല്ല എന്ന് സെക്ഷൻ 27ലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവനവൻ്റെ ഇഷ്ടമുള്ള വ്യാപാരം നടത്താനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, in Patna city, 29 out of 30 manufacturers of combs agreed with R to supply him combs and not to anyone else. പാറ്റ്ന സിറ്റിയിൽ 30 മാനുഫാക്ചറേഴ്സ് ആണുള്ളത് കോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 29 പേരും, ഈ ആർ എന്ന് പറയുന്ന ഒരു വ്യക്തി 29 കോംബ് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് വരെ എഗ്രിമെൻറ്റിൽ എത്തുകയാണ്. എന്താണ്, അവർ എല്ലാവരും ഇയാൾക്ക് കോംസ് സപ്ലൈ ചെയ്യണം. അണ്ടർ ദ എഗ്രിമെന്റ് ആർ വാസ് ഫ്രീ ടു റിജക്ട് ദ ഗുഡ്സ് ഇഫ് ഹി ഫൗണ്ട് ദർ വാസ് നോ മാർക്കറ്റ് ഫോർ ദം. ഈ 29 പേരും അവരുടെ പ്രോഡക്റ്റ് ഫുള്ള് ആറിന് സപ്ലൈ ചെയ്യണം. എന്നിട്ട് ആറിന് എന്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാണ്, ഈ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇവയെല്ലാം നിരസിക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് രൂപീകരിച്ചു. പക്ഷെ കോടതി പറഞ്ഞത് ഈ എഗ്രിമെൻറ്റ് വോയിഡാണ്. കാരണം അത്രയും വ്യക്തികളുടെ വ്യാപാര സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് വോയിഡ് ആണ് എന്നാണ് കോടതി പറഞ്ഞത്. ഷെയ്ഖ് കാലു വേഴ്സസ് രാം ശരൺ ഭഗത്, അതാണ് ആ കേസ്. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത്, ജെ എന്ന് പറയുന്ന ഒരാൾ, ആൻ എംപ്ലോയി ഓഫ് എ കമ്പനി എഗ്രീഡ് നോട്ട് ടു എംപ്ലോയ് ഹിംസെൽഫ് ഇൻ എ സിമിലർ ബിസിനസ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 800 miles ഫ്രം മദ്രാസ് ആഫ്റ്റർ ലീവിംഗ് ദ കമ്പനീസ് സർവീസ്. Here the agreement was void. ഓക്സ് വേഴ്സസ് കോ വി ജാക്സൺ, അതാണ് അവർ തമ്മിലുള്ള, അതായത് ഓക്സ് ആൻഡ് കമ്പനി ആയിരിക്കും. ഓക്സ് ആൻഡ് കമ്പനി വേഴ്സസ് ജാക്സൺ, ഇവരുടെ കേസിലാണ് പറയുന്നത്. ജെ എന്ന് പറയുന്ന ഒരു എംപ്ലോയി, അതായത് ഈ ജാക്സൺ, അദ്ദേഹം ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷം മദ്രാസിൽ നിന്ന് 800 മൈൽ ചുറ്റളവിൽ ഇതേപോലെയുള്ള ഒരു സ്ഥാപനത്തിലും അദ്ദേഹം ജോലി ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഓക്സ് കമ്പനി പറഞ്ഞു. പക്ഷെ അത് ആ വ്യക്തിയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് അത് വോയിഡ് ആണ് എന്നാണ് കോടതി വിധിച്ചത്. മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത്, എ ആൻഡ് ബി ക്യാരിഡ് ഓൺ എ സിമിലർ ബിസിനസ് ഇൻ എ സർട്ടൻ ലൊക്കാലിറ്റി ഇൻ കൽക്കട്ട. A promised to stop business in that locality if B paid him ₹900 which he had paid to his workman as advance. അപ്പോൾ ഇവർ രണ്ടുപേരും, എയും ബിയും ഒരേപോലെയുള്ള ബിസിനസ് നടത്തുന്ന രണ്ടാളുകളാണ് കൽക്കത്തയിൽ.
അപ്പോൾ എ ബിയോട് പറയാണ് ഞാൻ എൻ്റെ ബിസിനസ് നിർത്താം, എങ്ങനെയാണെങ്കിൽ ബി അദ്ദേഹത്തിന് 900 rupees കൊടുക്കണം. എന്തിനാണത്? എക്ക് എയുടെ ജോലിക്കാർക്ക് നൽകാൻ വേണ്ടിയാണ്. പക്ഷേ ആ എഗ്രിമെൻ്റ് എന്താണ് പറഞ്ഞത്? കോടതി പറഞ്ഞത് എന്താണ്? എ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു, ബി പൈസ കൊടുത്തില്ല. അപ്പോൾ എ കേസിന് പോവാണ്, എനിക്ക് 900 rupees വേണം എൻ്റെ ജോലിക്കാർക്ക് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് കേസിന് പോയപ്പോൾ കോടതി പറഞ്ഞു ഇത് നിയമവിരുദ്ധമായ എഗ്രിമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വോയിഡ് ആണ് എന്ന് പറഞ്ഞു. മദബ് വേഴ്സസ് രാജ്കുമാർ, അതാണ് ആ കേസ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ നിയമത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരാളുടെ വ്യാപാരത്തെയോ അവരുടെ ജോലി ചെയ്യുന്നതിനെയോ ഒന്നും തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എഗ്രിമെൻ്റ് രൂപീകരിക്കാൻ പാടില്ല. അങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് വോയിഡ് ആണ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ചില എക്സെപ്ഷനുകളുണ്ട്. ചില കേസുകളിൽ എഗ്രിമെൻറ്റുകൾ വാലിഡ് ആവും. അതിൽ ഫസ്റ്റ് കേസാണ് സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ. നിയമപ്രകാരമുള്ള ചില എക്സെപ്ഷനുകളുണ്ട്. പിന്നെ വരുന്നത് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെ വരുന്ന എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസാണ് സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ. അതിൽ വരുന്ന ഒരു കേസാണ് സെയിൽ ഓഫ് ഗുഡ്വിൽ. നമ്മൾക്ക് നമ്മളുടെ സ്ഥാപനത്തിന് ഒരുപാട് വർഷത്തെ നിലനിൽപ്പൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ കാലപ്പഴക്കമുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ നമ്മളെക്കുറിച്ചൊരു മതിപ്പൊക്കെ ഉണ്ടാവും. അതിനെ മോണിറ്ററി വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഗുഡ്വിൽ. അപ്പോൾ ഈ ഗുഡ്വില്ലിൻ്റെ സെയിലുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എഗ്രിമെൻറ്റുകൾ വാലിഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗുഡ്വില്ല് വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ ഇത്രയും ലൊക്കാലിറ്റിക്കുള്ളിൽ ഇനി ബിസിനസ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഇത്ര വർഷം ഞാനിത് ചെയ്യില്ല എന്നോ പറഞ്ഞ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എ സെല്ലർ ഓഫ് ഇമിറ്റേഷൻ ജ്വല്ലറി ഇൻ ഇംഗ്ലണ്ട് sold his business to B and promised that for a period of 2 years he would not deal in imitation jewelry in England and real jewelry in certain foreign countries. അതായത് എയും ബിയും ദ ഗോൾഡ് സോൾ വേഴ്സസ് ഗോൾഡ് വാൻ, ആ കേസിലെ വിധിയാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ് വേറൊരു വ്യക്തിക്ക് വിറ്റു. ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ് ആയിരുന്നു, അത് വേറൊരാൾക്ക് വിറ്റു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഇനി 2 വർഷത്തിന് ഇംഗ്ലണ്ടിൽ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ് ചെയ്യില്ല. അതേപോലെ തന്നെ ചില തിരഞ്ഞെടുത്ത ഫോറിൻ രാജ്യങ്ങളിൽ ഒറിജിനൽ ജ്വല്ലറിയുടെ ബിസിനസ്സും ചെയ്യില്ല എന്ന് പറഞ്ഞ് 2 എഗ്രിമെൻ്റ് വെച്ചു. അതിൽ കോടതി പറഞ്ഞത് ഫസ്റ്റ് എഗ്രിമെൻ്റ് വാലിഡ് ആണ്. ഇയാൾ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്സാണ് നടത്തിയിരുന്നത്, അതാണ് വേറൊരു വ്യക്തിക്ക് വിറ്റത്. അപ്പോൾ ഇനിയുള്ള 2 വർഷത്തിന് ഇംഗ്ലണ്ടിൽ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ് നടത്തില്ല എന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് വാലിഡ് ആണ്. എന്നാൽ രണ്ടാമത്തെ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ മറ്റ് യഥാർത്ഥ ജ്വല്ലറി ബിസിനസ് നടത്തില്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അത് വിലയില്ലാത്തതാണ്, വോയിഡ് ആണ്. കാരണം അത് ട്രേഡ് ലിബർട്ടിയെ തടസ്സപ്പെടുത്തുന്നതാണ് എന്നാണ് കോടതി വിധിച്ചത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് സെർട്ടൈൻ റെസ്ട്രെയിൻസ് ഇൻ പാർട്ട്ണർഷിപ്പ്. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷനിലാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് നിയമത്തിൽ ചില വകുപ്പുകൾ പറയുന്നുണ്ട്, ആ വകുപ്പുകളും വാലിഡ് ആണ്. അത് റെസ്ട്രിക്ഷനിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. 4 കേസാണ്. ഒന്ന്, എ പാർട്ട്ണർ ഷാൽ നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ് അതർ ദാൻ ദാറ്റ് ഓഫ് ദ ഫേം വൈൽ ഹി ഈസ് എ പാർട്ട്ണർ. നമ്മുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സെക്ഷൻ 11 സബ്സെക്ഷൻ 2 ഇത് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പാർട്ട്ണറായി തുടരുന്നിടത്തോളം കാലം അതേപോലെയുള്ള ഒരു ബിസിനസ് വേറെ നടത്താൻ പാടില്ല. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോറൂമിലെ പാർട്ട്ണറാണ്, എന്നിട്ട് നമ്മൾ ആ ഷോറൂമുള്ള സിറ്റിയിൽ തന്നെ കുറച്ച് അപ്പുറത്ത് മാറി സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു തുണിക്കട ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ദെൻ രണ്ടാമതായി പറയുന്നത് എ പാർട്ട്ണർ ഓൺ സീസിങ് ടു ബി എ പാർട്ട്ണർ. അദ്ദേഹം ഒരു പാർട്ട്ണർ എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് പിരിഞ്ഞു എങ്കിലും അതേപോലെയുള്ള ബിസിനസ്സുകൾ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരിയഡ് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ചുറ്റളവിനുള്ളിൽ നിങ്ങൾ ഇതേ ബിസിനസ് ചെയ്യരുത് എന്നൊരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. മൂന്നാമതായി പറയുന്നത് ഡിസൊല്യൂഷൻ. നമ്മുടെ സ്ഥാപനം അടച്ചു പൂട്ടും എന്ന് പാർട്ട്നേഴ്സിന് മനസ്സിലായി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ
make an agreement that some or all of them will not carry on a business similar to that of the firm within a specified period or within specified local limit. ഇതിന് വാലിഡിറ്റി ഉണ്ട്. അതായത് നമ്മുടെ സ്ഥാപനം പൂട്ടാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിലും കുറച്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ചുറ്റളവിനുള്ളിൽ ഇതേപോലെയുള്ള നമ്മുടെ സ്ഥാപനം ഇതുവരെ നടത്തിയിരുന്ന അതേ ബിസിനസ് നമ്മൾ തുടരുന്നില്ല എന്നൊരു എഗ്രിമെൻ്റ് അവർ വെച്ച് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ നാലാമത്തെ കേസിൽ എന്താ പറയുന്നത്? സെയിൽ ഓഫ് ഗുഡ് വിൽ തന്നെയാണ്. ഒരു സ്ഥാപനത്തിന്റെ ഗുഡ് വില്ല് സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു എഗ്രിമെന്റിൽ വെച്ചു എന്ന് വിചാരിക്കാം. ഇതന്നെ സ്പെസിഫൈഡ് പീരിയഡ് ഓർ വിത്തിൻ എ സ്പെസിഫൈഡ് ലിമിറ്റ് ഇതേ സിമിലർ ബിസിനസ് ക്യാരി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പ്രൊവിഷൻ വെച്ച് എഗ്രിമെന്റ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും വാലിഡ് ആണ്. അപ്പം അത്രയുമാണ് സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻസിൽ വരുന്ന വാലിഡിറ്റി കേസസ്. ദെൻ രണ്ടാമത്തെ എക്സെപ്ഷൻ ആണ് അണ്ടർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. അതിൻ്റെ കീഴിൽ വരുന്ന കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് ട്രേഡ് കോമ്പിനേഷൻ ആണ്. ട്രേഡ് കോമ്പിനേഷൻസ് നടത്തുമ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റിൻ്റെ സെയിൽസോ അല്ലെങ്കിൽ നമ്മളുടെ സെയിൽസിൻ്റെ പരിധിയെക്കുറിച്ചൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വെക്കും. അത് വാലിഡ് ആണ്. എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഹരിബായ് വേഴ്സസ് ഷെരീഫ് അലി. അവരുടെ കേസിൽ എന്താ പറയുന്നത്? 4 ginning factories entered into an agreement fixing uniform rate for ginning cotton and pooling their earnings to be divided between them in certain proportions. 4 ഗിന്നിങ് ഫാക്ടറിക്കാർ ഒരു എഗ്രിമെൻറ്റിൽ എത്താണ് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഒരുമിച്ച് ചേർക്കാം, എന്നിട്ട് ഉണ്ടാകുന്ന ലാഭം നിശ്ചിത വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രപ്പോർഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വീതിച്ചെടുക്കാം. 4 കമ്പനികളും ഒരേ വിലയ്ക്ക് യൂണിഫോം റേറ്റിലാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിൽ അവർ എൻ്റർ ചെയ്തു. അപ്പോൾ ബോംബെ ഹൈക്കോർട്ട് എന്താ പറഞ്ഞത്? ദ എഗ്രിമെന്റ് വാലിഡ്. എഗ്രിമെന്റ് എന്താണ്? വാലിഡ് ആണ്. അവരുടെ ഒരു ട്രേഡ് കോമ്പിനേഷൻ റൂളാണ് അവർ എഗ്രിമെന്റ് ആക്കിയത്, അത് വാലിഡ് ആണ്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ല. അത് അവർ ഒരുമിച്ച് ചേർന്ന് അവരുടെ വ്യാപാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലീഗൽ വാലിഡിറ്റി ഉണ്ട് എന്നാണ് മുംബൈ ഹൈക്കോർട്ട് ഡിക്ലെയർ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് എക്സ്ക്ലൂസീവ് ഡീലിംഗ് എഗ്രിമെന്റ്സ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ അദ്ദേഹത്തിന്റെ മൊത്തം പ്രോഡക്റ്റും വേറൊരാൾക്ക് സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊക്കെ ചില എഗ്രിമെന്റുകളിൽ ഏർപ്പെടും. അതെല്ലാം വാലിഡ് ആണ്. ഇപ്പൊ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു മാനുഫാക്ചറർ ധോത്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. 1,36,000 pairs of certain description to be to the defendant and not to sell goods of that kind to any other person for a fixed period. ഇപ്പം നമ്മളൊരു ധോത്തി നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കാം. നമ്മളോട് ഒരു പർട്ടിക്കുലർ മോഡല് അവർ ഓർഡർ തരികയാണ്, ഈ മോഡല് ഞങ്ങൾക്ക് മാത്രമേ വിൽക്കാവൂ ഒരു നിശ്ചിത കാലാവധി വരെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വിറ്റോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നമ്മളുമായി എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം എഗ്രിമെന്റ് വാലിഡ് ആണ്. ഏത് കേസിലാണ് പറയുന്നത്? കാർലീസ് നെവ്യൂ ആൻഡ് കമ്പനി വേഴ്സസ് റിഗ്നൌത്ത് ബക്ടർമൽ. അവരുടെ കേസിലാണ് പറഞ്ഞത് 1,36,000 ജോഡി ധോത്തികൾ അവർക്ക് മാത്രമേ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ എഗ്രിമെന്റ് വാലിഡ് ആണ്. രണ്ടാമത്തെ കേസ് an agreement by a person to sell all the salt manufactured by him to a firm for 5 years. മെക്കൻസി വേഴ്സസ് ശ്രീരാമിയ. ആ കേസിലും പറഞ്ഞത് എന്താണ്? ആ എഗ്രിമെന്റ് വാലിഡ് ആണ്. 5 വർഷത്തേക്ക് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപ്പ് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞൊരു കമ്പനി എഗ്രിമെന്റ് വെക്കണം. അതിന് അവർ പേയ്മെന്റും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത്തരം എഗ്രിമെന്റുകളെല്ലാം വാലിഡ് ആണ്. അതേപോലെ തന്നെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്ക ആ വാദികൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് വെക്കാതെ, അതൊക്കെ വാലിഡ് ആണ്. പിന്നെ കൽക്കട്ട മാർക്കറ്റിലുള്ള ഒരു കേസ് പറയുന്നുണ്ട്. അത്തരം കേസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുടെ യാതൊരു സ്വാതന്ത്ര്യത്തിൽ ഇടപെടല്ല, നോർമലി ട്രേഡ് കോമ്പിനേഷൻസിനൊക്കെ ഉണ്ടാക്കുന്ന റൂളാണെങ്കിൽ അത് വാലിഡ് ആണ് എന്നാണ് കോടതി പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കേസാണ് സർവീസ് എഗ്രിമെന്റ്. സർവീസ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സർവീസ് റെൻഡർ ചെയ്യുന്നതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെന്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഒരു ഡോക്ടറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാണ്, ആ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള കേസിൽ വേറൊരു സ്ഥലത്ത് പോയി പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ പാടില്ല എന്നൊരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാലിഡാണ്. അതേപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം കമ്പനികളിലെല്ലാം ട്രെയിനീസിനെ വെക്കാറുണ്ട്. 3 വർഷം ട്രെയിനിങ് പീരിയഡ്. ആ സമയത്ത് അവർക്ക് ബോണ്ടൊക്കെ കൊടുക്കും. 3 വർഷത്തേക്ക് 1 വർഷത്തേക്കൊക്കെ ബോണ്ട് എഴുതിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ആ 1 വർഷം അവർ വേറെ എവിടെയും ജോലി നോക്കാൻ പാടില്ല, ഇവരുടെ കമ്പനിയിൽ മാത്രമേ ജോലി നോക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വാലിഡ് ആണ് എന്നാണ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിലൂടെ പറയുന്നത്. ഇപ്പോൾ ആ ട്രെയിനീസിൻ്റെ കേസ് വരുന്നത് ബ്രഹ്മപുത്ര ട്രെയിനീസിൻ്റെ കേസല്ല, ഒരു വ്യക്തി പിരിഞ്ഞു പോയി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരോട് വേറെ എവിടെയും ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ബ്രഹ്മപുത്ര ടീ കമ്പനി വേഴ്സസ് ഈസ്റ്റ് കാർത്ത്. അതിലെന്താ പറയുന്നത്? ആൻ അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു റെസ്ട്രെയിൻ എ സെർവൻറ്റ് ഫ്രം കോമ്പീറ്റിംഗ് വിത്ത് എംപ്ലോയർ. അവിടെ വേറൊരു കേസാണ് വരുന്നത്, കോമ്പീറ്റിംഗ് വിത്ത് എംപ്ലോയർ. നമ്മളുടെ മുതലാളിയുമായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നൊന്നും നിയമമില്ല. അപ്പം നമ്മൾ ട്രെയിനീസായി വെക്കുന്നവർക്ക് 3 വർഷം വേറെ എവിടെയും ജോലി നോക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. ആ 3 വർഷം കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി. പിന്നീട് അവർക്ക് വേണമെങ്കിൽ ഇതേപോലൊരു സ്ഥാപനം അപ്പുറത്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുതലാളിയോട് മത്സരിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ സർവീസ് എഗ്രിമെൻറ്റ്സിൽ ചാൾസ് വർത്ത് വേഴ്സസ് മക്ഡൊണാൾഡിലാണ് ആ ഡോക്ടറുടെ കേസൊക്കെ പറയുന്നത്. സെൻസി ബാറിൽ ഒരു ഡോക്ടറുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 3 വർഷം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് പാടില്ല എന്ന് പറഞ്ഞു. അത് ലീഗലി വാലിഡ് ആണ്. പക്ഷെ ആ 3 വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം. അത്രയുമാണ് എഗ്രിമെൻ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. എഗ്രിമെൻ്റ് ഓഫ് ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത പ്രൊവിഷനായിട്ട് വരുന്ന വോയിഡ് എഗ്രിമെൻറ്റിൽ വരുന്ന കേസാണ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. സെക്ഷൻ 29 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് കീഴിലെല്ലാം ഒരുപാട് വിചാരണ രീതികളുണ്ട്, അല്ലെങ്കിൽ നിയമപ്രകാരം ഫോളോ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിലും എങ്ങനെയെല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ, വാഗ്ദാന ലംഘനം നടത്തി കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, റെസിഷൻ ഓഫ് കോൺട്രാക്റ്റ് ചെയ്യാം, ഡാമേജിന് കേസ് കൊടുക്കാം. അങ്ങനെ കുറേ വകുപ്പുകളുണ്ട്. നിയമങ്ങളിൽ ഒരുപാട് നടപടിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള വകുപ്പുകളുണ്ട്. അപ്പോൾ അത്തരം നിയമ നടപടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ക്ലോസ് നമ്മളുടെ എഗ്രിമെൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29. അപ്പോൾ ഇത് പ്രകാരം ഒരു പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ലീഗൽ പ്രൊസീഡിങ്സിന് തടസ്സമുണ്ടാക്കുന്ന ക്ലോസുകൾ വെക്കരുത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ കോൺട്രാക്ട് whereby it is provided that all disputes arising between the parties should be referred to arbitration. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് വെക്കുകയാണ്, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് ആർബിട്രേഷൻ, തർക്കപരിഹാരം, മധ്യസ്ഥത എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആർബിട്രേഷന് പോവാം. എന്നിട്ട് ആ തീരുമാനം അനുസരിച്ച് നമ്മൾക്ക് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം. അത് അങ്ങനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. പക്ഷെ പിന്നീട് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, ഇപ്പോൾ ആ ആർബിട്രേഷനിലുണ്ടായ വിധി നമ്മൾക്ക് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അതിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കാൻ പാടില്ല. ആ വിധി നമ്മൾ അന്തിമമായി തീരുമാനിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വേറൊരു നിയമത്തിൻ്റെ സഹായവും തേടരുത്. അങ്ങനെ പറയുന്ന ക്ലോസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. ഇപ്പോൾ ആർബിട്രേഷന് പോകണം എന്ന് വരെയുള്ളത് വാലിഡാണ്. അതാണ് ഫസ്റ്റ് ക്ലോസ്, ഫസ്റ്റ് ബ്രാഞ്ച് വാലിഡാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ബ്രാഞ്ച്, അതായത് നമ്മൾക്ക് പിന്നീട് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പാടില്ല എന്നുള്ള വകുപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്തരം എഗ്രിമെൻറ്റ്സ് ഒന്നും എന്തല്ല, വാലിഡ് അല്ല. പിന്നെ ഇതിൽ മിൽട്ടൺ ആൻഡ് കമ്പനി വേഴ്സസ് ഓജ ഓട്ടോമൊബൈൽ കമ്പനി, അവർ തമ്മിലുള്ള ഒരു കേസിൽ പറയുന്നുണ്ട്, വേർ ദർ ആർ 2 കോർട്ട്സ്, 2 കോടതികളുണ്ട് എന്ന് വിചാരിക്കാം.
ഇപ്പം നമ്മളുടെ പാർട്ടികൾ ഉൾപ്പെടുന്ന എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടികളെയും ആ ഏരിയയും കവർ ചെയ്യുന്ന 2 കോടതികൾ ആ ജുറിസ്ഡിക്ഷനിൽ ഉണ്ടെങ്കിൽ ഏത് കോടതിയിലാണ് നമ്മളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആ പാർട്ടികൾക്ക് തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്താം. അതിലെന്താ പറയുന്നത്? ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ദാറ്റ് ദ സ്യൂട്ട് ഷുഡ് ബി ഫയൽഡ് ഇൻ വൺ ഓഫ് ദ കോർട്സ് എലോൺ ആൻഡ് നോട്ട് ഇൻ ദ അതർ. ഇപ്പോൾ ഒരാൾ ഒരു കോടതിയിൽ പോയി കേസ് കൊടുക്കുക, വേറൊരാൾ മറ്റേ കോടതിയിൽ പോയി കേസ് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ലീഗൽ പ്രൊസീഡിങ്സിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊരു ക്ലോസുകളും ഒരു എഗ്രിമെൻറ്റുകളിലും വയ്ക്കരുത്. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ക്ലോസ് വയ്ക്കുകയാണ്, ഞാൻ കരാർ ലംഘനം നടത്തിയാലും നിങ്ങൾ ഒരു നിയമ നടപടിക്കും പോവരുത്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് വാലിഡ് ആണെന്ന്. കാരണം കരാർ ലംഘനം നടത്തിയാൽ നിയമ നടപടിക്ക് പോകുക എന്നുള്ളതൊരു നോർമൽ പ്രൊസീജിയറാണ്. അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ രൂപീകരിക്കാൻ പാടില്ല. 2ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്, അതായത് ലിമിറ്റേഷൻ ഓഫ് ടൈം. ഇന്ത്യയിൽ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഇപ്പോൾ ഡെപ്റ്റുകളെക്കുറിച്ചും കരാർ ലംഘനം നടത്തിയാൽ കേസ് കൊടുക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചില വകുപ്പുകൾ അതിലുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ആൻ ആക്ഷൻ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മേ ബി ബ്രോട്ട് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ബ്രീച്ച്. ഒരു വാഗ്ദാന ലംഘനം നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ 3 വർഷത്തിനുള്ളിലെങ്കിലും കേസ് കൊടുക്കണം. അല്ലാതെ 10 വർഷം മുന്നേ ഞങ്ങളൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, അന്ന് അവൻ വാഗ്ദാന ലംഘനം നടത്തി എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞല്ല കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലിമിറ്റേഷൻ ആക്ടിൽ 3 വർഷം നമ്മൾക്ക് സമയപരിധി തരുന്നുണ്ട്. അപ്പം നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്, ഈ എഗ്രിമെൻറ്റിൽ ഞാൻ എന്തെങ്കിലും വാഗ്ദാന ലംഘനം നടത്തിയാൽ 1 വർഷത്തിനുള്ളിൽ നീ കേസ് കൊടുക്കണം, അതല്ലെങ്കിൽ അത് വാലിഡ് അല്ല എന്നൊരു ക്ലോസ് വെച്ചു എന്ന് വിചാരിക്കാം. അതൊരിക്കലും നിയമപ്രകാരം എൻഫോഴ്സിബിൾ അല്ല. കാരണം ലിമിറ്റേഷൻ ആക്ട് പറയുന്ന പീരിയഡ് എത്രയാണ്? 3 വർഷമാണ്. അപ്പോൾ ആ ലിമിറ്റേഷൻ ആക്ടിൻ്റെ വകുപ്പിനെ ലംഘിക്കുന്ന രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോസ് വെച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് രൂപീകരിച്ചാൽ അത്തരം എഗ്രിമെൻറ്റുകൾക്ക് ലീഗൽ വാലിഡിറ്റി ലഭിക്കില്ല. അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ എ ക്ലോസ് ഇൻ എ പോളിസി ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഡിക്ലെയറിംഗ് ദാറ്റ് നോ സ്യൂട്ട് ടു റിക്കവർ അണ്ടർ ദിസ് പോളിസി ഷാൽ ബി ബ്രോട്ട് ആഫ്റ്റർ 1 year ഫ്രം ദ ഡെത്ത് ഓഫ് ദ അഷ്വേർഡ്. അങ്ങനെയുള്ള ക്ലോസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? വോയിഡാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിയമ നടപടിക്രമങ്ങളെ ലീഗൽ പ്രൊസീഡിങ്സിനെ, ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ട്, വിചാരണ നടപടിക്രമങ്ങളൊക്കെ, അതിനെയൊക്കെ എതിർക്കുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റുകൾ രൂപീകരിച്ചാൽ അവയ്ക്ക് ലീഗൽ വാലിഡിറ്റി ഇല്ല. അപ്പോൾ 3ാമത്തെ ടൈപ്പ് 6, 7, 8 ആദ്യത്തെ 5 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തെയാണ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. സച്ച് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് ഓർ വാല്യൂലെസ്. നെക്സ്റ്റ് ടൈപ്പ് അൺസർട്ടൻ എഗ്രിമെൻറ്റ്സ്. ആക്ച്വലി അൺസർട്ടൻ കോൺട്രാക്റ്റ് എന്നുള്ളൊരു ടേം ഇല്ല. സാധാരണ നമ്മൾ പറയാറുണ്ടെങ്കിലും അങ്ങനെ ഒരു ടേം ഇല്ല. കാരണം സെർട്ടീനിറ്റി ഇല്ലാത്ത എഗ്രിമെൻറ്റ്സ് ഒരിക്കലും കോൺട്രാക്റ്റായി തീരുന്നില്ല. അപ്പോൾ ഈ അൺസർട്ടൻ എഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രൂപീകരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റോ ടേംസോ എന്തെങ്കിലും സെർട്ടൈൻ അല്ലാതിരിക്കുക, ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കുന്ന എഗ്രിമെൻറ്റുകളാണ്. അതല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ടേംസ് ഉള്ള എഗ്രിമെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓയിൽ ഡീലർ, അയാൾ കോക്കനട്ട് ഓയിലും പാം ഓയിലും സൺഫ്ലവർ ഓയിലും എല്ലാം ഡീൽ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. അദ്ദേഹം ഒരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ 500 liters ഓയിൽ തരാം എന്ന് പറഞ്ഞു. എഗ്രിമെൻറ്റ് രൂപീകരിച്ചു. പക്ഷേ ആ എഗ്രിമെൻറ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. കാരണം ഏത് ടൈപ്പ് ഓഫ് ഓയിലാണ് എന്ന് അതിൽ വേറിട്ട് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പലതരം ഓയിൽ ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഏത് ടൈപ്പ് ഓയിലാണ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ആ കോൺട്രാക്റ്റിന് ഒരിക്കലും വാല്യൂ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അത്തരം കോൺട്രാക്ട്സ് വോയിഡാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഹോഴ്സിൻ്റെ ഡീലിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു കുതിരയെ വിൽക്കുകയാണ്. അപ്പോൾ കുതിരയെ വിൽക്കുമ്പോൾ എ ബിയോട് പറയാണ്, മൈ വൈറ്റ് ഹോഴ്സ് ഫോർ ₹5,000 ഓർ 10,000. 5,000-നോ 10,000-നോ ഞാൻ എൻ്റെ കുതിരയെ നിനക്ക് തരാം.
അപ്പോൾ അവിടെ സെർട്ടനിറ്റി ഇല്ല. പ്രൈസിൻ്റെ കേസിൽ 5000 ആണോ 10,000 ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റും വോയിഡാണ്. അതേപോലെ ഗത്തിങ് വേഴ്സസ് ലെൻ എന്ന് പറയുന്ന കേസിൽ അയാൾ ഒരു ക്ലോസ് വെച്ചിരുന്നു. നിങ്ങളുടെ കുതിര, അതായത് ഒരു കുതിരയെ ഒരു പ്രത്യേക പ്രൈസ് കൊടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് അയാൾ പറയാണ്, ഈ കുതിര ഭാഗ്യമുള്ള കുതിരയാണെങ്കിൽ, ഇതെനിക്ക് ഭാഗ്യം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 5 പൗണ്ട് കൂടുതൽ തരാം എന്നൊരു ക്ലോസ് വെച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ക്ലോസുകൾ വാലിഡ് അല്ല. കുതിരയ്ക്കൊരു വില, അത് വാലിഡാണ്. അതല്ലാതെ ഈ കുതിര ലക്കിയാണ് എന്ന് തെളിഞ്ഞാൽ നമ്മൾ 5 പൗണ്ട് അധികം തരാം, അങ്ങനെയുള്ള ടേംസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, എഗ്രിമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോർമലി സെർട്ടനിറ്റി ഇല്ലാത്ത തരം എഗ്രിമെൻറ്റുകൾ. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു കേസ് പറയുന്നുണ്ട്, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റുകളൊക്കെ. അതിനൊക്കെയുള്ള പ്രൊവിഷൻസ് നമ്മൾ ആ എഗ്രിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച് കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാലിഡായി മാറുന്നുള്ളൂ. പിന്നെ ചില ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഗ്രിമെൻറ്റ്സ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ഫോർ അൺസെർട്ടനിറ്റി. ഏതൊക്കെ കേസിലാണ് അൺസെർട്ടനിറ്റിയെ അടിസ്ഥാനമാക്കി വാലിഡിറ്റി നഷ്ടപ്പെടുന്നത്? ഒന്ന്, ആൻ എഗ്രിമെൻറ്റ് ടു ഗ്രാൻഡ് എ ലീസ് when no date of commencement is expressly or impliedly fixed. ഗിരിബാല ദാസി വേഴ്സസ് കാളിദാസ് ബംഗ, ആ കേസിലാണ് പറയുന്നത്, നമ്മൾ ലീസ് എഗ്രിമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ന് മുതലാണ് ആ എഗ്രിമെൻ്റ് തുടങ്ങുന്നത് എന്ന് ഒരു ഡേറ്റ് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ അത്തരം എഗ്രിമെൻറ്റിന് എന്ത് കിട്ടില്ല, വാലിഡിറ്റി ലഭിക്കില്ല. ദെൻ രണ്ടാമത്തെ കേസ് പറയുന്നത്, ആൻ എഗ്രിമെൻറ്റ് ടു പേ എ സർട്ടൻ എമൗണ്ട് ആഫ്റ്റർ ഡിഡക്ഷൻസ് ആസ് വുഡ് ബി എഗ്രീഡ് അപ്പോൺ ബിറ്റ്വീൻ 2 പാർട്ടീസ്. കൽപ്പന ദേവര വേഴ്സസ് കൃഷ്ണ മിറ്റർ. പിന്നെ വേറെ എന്താ പറയുന്നത്, എ കോൺട്രാക്ട് ടു നെഗോഷിയേറ്റ്. Then a defendant passed a document to the Agra Saving Bank whereby promised to pay the manager of the bank a sum of ₹10 on or before a certain date and a similar sum monthly every succeeding month. ഒരു ബാങ്ക് മാനേജർക്ക് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുന്നേ ഒരു നിശ്ചിത സംഖ്യ കൊടുക്കാം എന്ന് പറയാണ്. It was held that the instrument could not be regarded as a promissory note as it was impossible from its language to say for what period it was to continue. അങ്ങനെ വ്യക്തതയില്ലാത്ത ടേംസ് ഉള്ളതാണെങ്കിൽ അവയെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റുകളിൽ തന്നെ വാലിഡിറ്റി ലഭിക്കുന്ന എഗ്രിമെൻറ്റുകളുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞിരുന്നു, ഒരു ഓയിൽ ഡീലർ 500 ലിറ്റർ ഓയിൽ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലാരിറ്റി ഇല്ല. കാരണം അദ്ദേഹം വിവിധ തരം ഓയിലുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സെപ്ഷനാണ് ഒരു ഓയിൽ ഡീലർ, അദ്ദേഹം കോക്കനട്ട് ഓയിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം, വെളിച്ചെണ്ണ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അദ്ദേഹം ഞാൻ നിങ്ങൾക്ക് 500 ലിറ്റർ എണ്ണ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അദ്ദേഹം ഏത് ഓയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കോക്കനട്ട് ഓയിൽ. അപ്പോൾ 500 ലിറ്റർ എണ്ണ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലിറ്റർ കോക്കനട്ട് ഓയിൽ തരാം. അതൊരു ഇംപ്ലൈഡ് ക്ലാരിറ്റിയാണ്. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റുകൾ വാലിഡ് ആണ്. പിന്നെ വേറൊന്ന് പറയുന്നത്, എ എഗ്രീസ് ടു സെൽ ബി all the gain in my granary at Ramnagar there is no uncertainty. അതായത് രാംനഗറിൽ നിന്നുള്ള എൻ്റെ ഗ്രാനറി, അതായത് അവരുടെ ധാന്യ സംഭരണശാല ഉണ്ടാവും, അപ്പോൾ അവിടെയുള്ള എല്ലാ ധാന്യവും നിങ്ങൾക്ക് തരാം. അപ്പോൾ എല്ലാ ധാന്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല, അൺസർട്ടനിറ്റിയാണ്. പക്ഷേ രാംനഗറിലെ ഗ്രാനറിയിലുള്ള, അപ്പോൾ അവിടെ എത്രയാണോ ഉള്ളത് അത് മുഴുവൻ അവർക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരിക്കലും വോയിഡ് അല്ല. മൂന്നാമത്തെ കേസ്, എ എഗ്രീസ് ടു സെൽ ബി 100 tons ഓഫ് കോക്കനട്ട് ഓയിൽ അറ്റ് എ പ്രൈസ് ടു ബി ഫിക്സ്ഡ് ബൈ സി. എ എഗ്രീസ് ടു സെൽ ബി, എ ബിയോട് വിൽക്കാമെന്ന് പറയാണ്. എന്താണ്? 100 tons ഓഫ് കോക്കനട്ട് ഓയിൽ അറ്റ് എ പ്രൈസ് ടു ബി ഫിക്സ്ഡ് ബൈ സി. അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? സി ആണ്. ദ പ്രൈസ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സർട്ടൻ. അപ്പോൾ ആ പ്രൈസിന് കൃത്യതയുണ്ടെങ്കിൽ ദർ ഈസ് നോ അൺസർട്ടനിറ്റി ഹിയർ. അപ്പോൾ അവിടെ എന്തില്ല?
അൺസർട്ടനിറ്റി ഇല്ല. അപ്പോൾ അൺസർട്ടൻ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻ്റ് രൂപീകരിക്കുമ്പോൾ ആ ടേംസ് ഓഫ് എഗ്രിമെൻറ്റിലോ അതിൻ്റെ പ്രൈസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചോ എന്തെങ്കിലും അൺക്ലിയർ ആയിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന എഗ്രിമെൻറ്റുകളാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ്സ് ആണ് അൺസർട്ടൻ എഗ്രിമെൻറ്റ്സ്. അവ വാല്യൂലെസ് ആണ്. ക്ലാരിറ്റി ഇല്ലാത്ത സെർട്ടൈൻ അല്ലാത്ത എഗ്രിമെൻറ്റ്സ് ഒരിക്കലും ലീഗലി എൻഫോഴ്സിബിൾ അല്ല. 10ാമത്തെ ടൈപ്പ് ഓഫ് അൺസർട്ടൻ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റിൽ വരുന്നതാണ് വാഗറിംഗ് എഗ്രിമെൻറ്റ്. വാഗറിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സെൻസിൽ നമ്മൾക്ക് ബെറ്റിംഗ് എന്ന് പറയാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ ഒരിക്കലും വാഗറിംഗ് എഗ്രിമെൻറ്റ്സ് എന്താണ് എന്ന് വ്യക്തമായി നിർവചിച്ചിട്ടില്ല. വാഗറിംഗ് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വില്യം ആൻസൺ ആണ് എന്താണ് വാഗറിംഗ് എഗ്രിമെൻറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഡെഫിനേഷൻ നൽകിയിട്ടുള്ളത്. വില്യം ആൻസൺ മാത്രമല്ല വേറെയും ഓതേഴ്സ് നൽകിയിട്ടുണ്ട്. വില്യം ആൻസന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ പ്രോമിസ് ടു ഗിവ് മണി ഓർ മണീസ് വർത്ത് upon the determination or ascertainment of an uncertain event. അതായത് നമ്മൾക്ക് സംഭവിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം അതിനെ ബേസ് ചെയ്തുകൊണ്ട് പണമോ പണത്തിന് തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നൽകാമെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ്സ് ആണ് വാഗറിംഗ്. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. എന്തിനാണ്? ടു ഗിവ് മണി ഓർ മണീസ് വർത്ത്. പൈസയോ പൈസയ്ക്ക് തുല്യമായ എന്തെങ്കിലും തരാം. എപ്പോ? ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഈവൻറ്റ്. ഒന്നുകിൽ ആ കാര്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ കാര്യം സംഭവിക്കാതിരുന്നാൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ എയും ബിയും കൂടെ ബെറ്റ് വെക്കുകയാണ്. നാളത്തെ മാച്ചിൽ പാകിസ്ഥാൻ ജയിച്ചാൽ ഞാൻ നിനക്ക് 100 രൂപ തരാം. നാളത്തെ മാച്ചിൽ ഇന്ത്യ ജയിച്ചാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും എഗ്രിമെൻറ്റുകൾ വെക്കാം. അപ്പോൾ ഒരു അൺസർട്ടൻ ഈവൻറ്റ് സംഭവിക്കണം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കണം. അങ്ങനെയുള്ള സമയത്ത് പൈസയോ തത്തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റാണ് വാഗറിംഗ് എഗ്രിമെൻറ്റ്. അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി ദ സബ്ജക്റ്റ് മാറ്റർ വിൽ ബി എ അൺസർട്ടൻ ഈവൻറ്റ്. ഈക്വൽ ചാൻസിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ. ഇപ്പോൾ നാളെ മഴ പെയ്താൽ ഞാൻ നിനക്ക് 500 രൂപ തരാം. നമ്മൾ പറയാണ് നാളെ മഴ പെയ്യുമെന്ന് നമുക്ക് ഇന്ന് അറിയോ? ഇല്ല. അപ്പോൾ ഒരു അൺസർട്ടൻ ഈവൻ്റ് ആണ് സബ്ജക്റ്റ് മാറ്റർ. രണ്ടാമതായി പറയുന്നത് മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. ഇത്തരം എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നവർക്ക് ഈക്വൽ ചാൻസ് ആണ് കിട്ടാനും പോവാനും. അതായത് നാളെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ മഴ പെയ്താൽ 500 രൂപ തരാം എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ 500 രൂപ കിട്ടും. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് 500 രൂപ കിട്ടൂല. അപ്പം ഗെയിനോ ലോസോ ഉണ്ടാവാനുള്ള സാധ്യത ഈക്വൽ ആണ്. ദെൻ മൂന്നാമതായി പറയുന്നത് നെയ്തർ പാർട്ടീസ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ സബ്ജക്റ്റ് മാറ്റർ. ഈ അൺസർട്ടൻ ഈവൻറ്റ് സംഭവിക്കുന്നതിൻ്റെ ആ കാര്യത്തിൽ ഈ വാഗറിങ്ങിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾക്കും യാതൊരു കൺട്രോളും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എവിടെയോ കളിക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ്. അതിൽ ഇന്ത്യ ജയിക്കാൻ വേണ്ടി ഈ നമ്മുടെ നാട്ടിലിരിക്കുന്ന എയും ബിയും ബെറ്റ് വെക്കുമ്പോൾ എക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കളിക്കാർ നന്നായി കളിച്ചാൽ അവർ ജയിക്കും, അല്ലെങ്കിൽ അവർ തോൽക്കും. പക്ഷേ നമുക്ക് ആ ഈവൻറ്റിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ലെങ്കിലും നമ്മൾ അതിലെന്ത് വെക്കുകയാണ്? ഒരു ബെറ്റ് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താണ്. സംഭവിച്ചാൽ ഇത്ര രൂപ തരാം, സംഭവിച്ചില്ലെങ്കിൽ ഇത്ര രൂപ തരാം. അത് തന്നെയാണ് അടുത്തതായി പറയുന്നത് നോ അതർ ഇൻട്രസ്റ്റ്. നമ്മൾക്ക് എന്തിലില്ല? ആ സംഭവത്തിൽ നമുക്ക് വേറൊരു താല്പര്യമില്ല. നമുക്ക് ഈ ജയിച്ചാൽ കിട്ടുന്ന പൈസ അതിന് മാത്രമേ നമ്മൾക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഇന്ത്യ ജയിച്ചാൽ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇന്ത്യയോടുള്ള രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടോ അങ്ങനെയൊന്നും ആവില്ല. ഈ 5000 രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബെറ്റ് വെക്കുകയാണ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ദർ മേ ബി പേയ്മെൻറ്റ് ഓഫ് മണി ഓർ മണീസ് വർത്ത്.
പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 5000 രൂപ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 5000ൻ്റെ ചെക്ക് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സ്വർണ്ണ മോതിരം ഊരി കൊടുക്കാം. അങ്ങനെ എന്തായാലും എന്തെങ്കിലും നമ്മൾക്ക് കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം ഹാപ്പൻ ചെയ്യുകയോ നോൺ ഹാപ്പൻ ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ഇത്ര രൂപ കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പറന്നു പോകുമ്പോൾ നമ്മൾ പറയുകയാണ്, ആ ഫ്ലൈറ്റ് തിരിച്ച് ഇങ്ങോട്ട് വരാതിരുന്നാൽ ഞാൻ നിനക്ക് 2000 രൂപ തരാം. ആ ഫ്ലൈറ്റ് പോണ വഴിക്ക് അത് അവിടെ എവിടെയോ ആക്സിഡൻ്റായി തകർന്ന് കത്തിപ്പോയി എന്ന് വിചാരിക്കാം. പിന്നെ ആ ഫ്ലൈറ്റ് തിരിച്ചിങ്ങോട്ട് വരുമോ? ഇല്ല. തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളാണ് വാഗറിങ്. ഇറ്റ്സ് ഇല്ലീഗൽ. നിയമപ്രകാരം എന്തില്ലാത്തതാണ്? വാലിഡിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ ഈ വാഗറിങ്ങിലൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ലോട്ടറി. ലോട്ടറി എടുക്കുക എന്ന് പറയും. ഈക്വൽ ചാൻസ് ആണ് അല്ലേ? അതിൽ ഡ്രോ ചെയ്യുമ്പോൾ ആരാണോ വിന്നർ അവർക്ക് കിട്ടും. അപ്പോൾ ലോട്ടറി ആക്ച്വലി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഊഹ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ഒക്കെ നിയമവിരുദ്ധമാണ്. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് അംഗീകരിച്ച ചില ലോട്ടറികൾ ഉണ്ടായിരിക്കും, അത് നിയമപ്രകാരമുള്ളതാണ്, വാലിഡാണ്. എന്നാൽ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ നടക്കുന്ന ചില നറുക്കെടുപ്പുകളും ഭാഗ്യസമ്മാന പദ്ധതികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്തല്ല, ലീഗലി വാലിഡ് അല്ല. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഇൻ കേസ് ഓഫ് യൂണിവേഴ്സൽ മ്യൂച്വൽ എയ്ഡ് ആൻഡ് പുവർ ഹൗസസ് അസോസിയേഷൻ വേഴ്സസ് തൊപ്പ നായിഡു, അവരുടെ കേസിൽ പറയുന്നുണ്ട് ഓരോ മാസവും ഡൊണേഷൻ ഫണ്ട് ചാരിറ്റബിൾ ഒബ്ജക്ട്സിന് വേണ്ടി മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്തിരുന്നു. അതിലത്തെ ഒരു ഭാഗം എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് അക്രൂയിങ് ടു ദ ഫണ്ട് വാസ് യൂട്ടിലൈസ്ഡ് ഇൻ ഗ്രാൻഡിങ് ലോൺസ് ഫ്രീ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യാഷ് ബോണസസ് ടു സർട്ടൈൻ സബ്സ്ക്രൈബേഴ്സ്. അതായത് അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പലിശ ഉണ്ടല്ലോ, ആ പൈസ കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു, പലിശയില്ലാത്ത ലോണൊക്കെ ചില ആളുകൾക്ക് കൊടുത്തിരുന്നു. അതെങ്ങനെയാണ് തിരഞ്ഞെടുത്തിരുന്നത്? ബൈ മീൻസ് ഓഫ് ഡ്രോയിങ്സ്. അവരുടെ എല്ലാവരുടെയും പേര് എഴുതിയെടുത്ത് അതിൽ നിന്ന് നറുക്കെട്ടെടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ പലിശയില്ലാത്ത ലോണൊക്കെ കൊടുത്തിരുന്നത്. കോടതി എന്താ വിധിച്ചത്? കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ദ കമ്പനി വാസ് എ ലോട്ടറി ആൻഡ് ദെർഫോർ ഇല്ലീഗൽ. ഇങ്ങനെ നടത്തുന്ന ബിസിനസ് ഇല്ലീഗലാണ്. അവർ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഫിലാന്ത്രോഫിസ്റ്റ്, അതായത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ലോട്ടറിയാണ്. അതുകൊണ്ട് ആ കമ്പനി അടച്ചു പൂട്ടണം എന്നാണ് കോടതി വിധിച്ചത്. അതേപോലെ ഒരു സൈക്കിൾ ആൻഡ് ഗ്രാമഫോണിൻ്റെ കേസും പറയുന്നുണ്ട്. ഇങ്ങനെ നറുക്കിട്ടെടുത്ത് സമ്മാനങ്ങൾ കൊടുക്കുക, കിട്ടാത്തവർക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നതെല്ലാം ലോട്ടറിയാണ്, അത് ഇല്ലീഗലാണ്. പിന്നെ ഡസ് ദ പെർമിഷൻ ഫ്രം ദ ഗവൺമെൻറ് ടു ഹോൾഡ് ലോട്ടറി മേക്ക് ഇറ്റ് ലീഗൽ? ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി വാങ്ങി ലോട്ടറി നടത്തിയാൽ അത് ലീഗലാണോ? അതിലൊരു വാർ ലോൺ ലോട്ടറി എന്ന് പറയുന്ന ഒരു ലോട്ടറിയുടെ കേസാണ് പറയുന്നത്. അത് ഗവൺമെൻറ് അംഗീകരിച്ചതാണ്, ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അത് എന്താണ്? ലീഗലാണ്. ഇനി ഈസ് പർച്ചേസിങ് എ ലോട്ടറി ടിക്കറ്റ് ആൻഡ് ഒഫൻസ്? നമ്മളിങ്ങനെ ഈ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് ഒരു കുറ്റമാണോ? ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നിയമം 2 അവകാശങ്ങളാണ് നമ്മൾക്ക് നൽകുന്നത്. ഒന്ന്, ആ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയാൽ അത് വാങ്ങാനുള്ള അവകാശം. 2, റൈറ്റ് ടു, അതായത് ഒന്ന് ആ നറുക്കെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം, പിന്നെ ഒന്ന് സമ്മാനം കിട്ടിയാൽ അത് വാങ്ങിച്ചെടുക്കാനുള്ള അവകാശം. ആക്ച്വലി ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് പ്രകാരം ഗാംബ്ലിംഗ് ആണെങ്കിലും ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളാണെങ്കിലും എല്ലാം ഇല്ലീഗലാണ്. പക്ഷെ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിക്ലയർ ചെയ്യുന്ന ലോട്ടറി സ്കീമുകൾ വാലിഡ് ആണ്. അതിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, സർ ദോറാബ്ജി ടാറ്റ വേഴ്സസ് എഡ്വേർഡ് എഫ് ലാൻസ്. അതിലെന്താ പറയുന്നത്? കൊളാറ്ററൽ ട്രാൻസാക്ഷൻസ് ഷാൽ ആൾസോ ബി എൻഫോഴ്സിബിൾ. നിയമപ്രകാരമുള്ള പ്രൈസ് കൺസൈൻമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോട്ടറികളൊക്കെ ആണെങ്കിൽ വാലിഡ് ആണ്, ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ് ആണെങ്കിൽ. അതിൻ്റെ കൊളാറ്ററൽ എഗ്രിമെൻറ്റ്സും വാലിഡ് ആണ്. അപ്പോൾ ആ 2000 രൂപയുടെ കേസാണ് അതിൽ പറയുന്നത്.
എന്നാൽ ഈ വേഗറിംഗ് എഗ്രിമെന്റ്സിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, വേഗറിംഗ് എഗ്രിമെന്റ്സ് ആർ ഇല്ലീഗൽ ആൻഡ് ദേ ആർ നോട്ട് വാലിഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്, ട്രാൻസാക്ഷൻസ് ഫോർ ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഊഹക്കച്ചവടം പോലെ തന്നെയല്ലേ നടത്തുന്നത്. ലാഭം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. സാധാരണ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സിന്റെ പരസ്യത്തിലും കാണാം, മാർക്കറ്റ് ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്സ് അല്ലേ. നമ്മളുടെ ചിറ്റ്സും ഫണ്ട്സും ഒക്കെ ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ എന്താണ്, റിസ്ക് ഉണ്ട്, അവിടെ കിട്ടൂല്ലെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു ഗാംബ്ലിംഗ് പോലെ തന്നെയാണ് അതും. അതിൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ലിസ്റ്റഡ് കമ്പനീസിന്റെ ഓഹരി കൈമാറ്റങ്ങളെല്ലാം വാലിഡ് ആണ്. പിന്നെ വരുന്നത് പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന മത്സരങ്ങൾ. ഇപ്പോൾ ക്രോസ് വേർഡ് പസില്, പിക്ചർ പസില്, അത്ലറ്റിക് കോമ്പറ്റീഷൻ, അതെല്ലാം വാലിഡ് ആണ്. അതിൽ ബാബാ സാഹേബ് വേഴ്സസ് രാജാറാമിന്റെ കേസിൽ അത് പറയുന്നുണ്ട്. സമ്മാനം കിട്ടുന്ന തുകകളെല്ലാം ക്രോസ് വേർഡ് പസിലൊക്കെ കിട്ടുന്ന സമ്മാനങ്ങൾ നിയമപ്രകാരമുള്ളതാണ്. പിന്നെ an agreement to contribute to a plate or prize of the value of above ₹500 to be awarded to the winner of a horse race. കുതിരപ്പന്തയങ്ങൾ നടത്തുമ്പോൾ അതിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ അതും ലീഗലി വാലിഡ് ആണ്. പിന്നെ ഇൻഷുറൻസ്, കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്, അത് ലീഗലി വാലിഡ് ആണ്. കാരണം അത് എന്തല്ല, ഒരു വാഗറിംഗ് അല്ല. കാരണം അതിൽ the person possessing an insurable interest is permitted to insure life or property. നമ്മൾക്ക് ആ നോ അതർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ലേ വാഗറിങ്ങിൽ, പൈസ കിട്ടാതെ മാത്രമേ ഉള്ളൂ. ലൈഫ് ഇൻഷുറൻസിൽ അങ്ങനെയാണോ, പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ല, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോളിസി എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫയർ ആൻഡ് മറൈൻ ഇൻഷുറൻസിലാണെങ്കിലും ആക്ച്വൽ ലോസ് സഫേർഡ് ആണ് പെയ്ഡ്, അതല്ലാതെ മൊത്തം വിലയൊന്നും കൊടുക്കില്ല. പിന്നെ വരുന്നത് ഏതാ, കോൺട്രാക്ട്സ് ഓഫ് ഇൻഷുറൻസ് ആർ റിഗാർഡഡ് ആസ് ബെനിഫിഷ്യൽ ടു ദ പബ്ലിക്. അതുകൊണ്ട് തന്നെ അത്തരം എഗ്രിമെന്റ്സ് എല്ലാം എൻകറേജ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് കോടതിയും ഗവൺമെന്റും പറയാറുള്ളത്. അപ്പോൾ വാഗറിംഗ് എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസർട്ടൻ ഈവന്റിനെ അടിസ്ഥാനമാക്കി അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്താൽ പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളോ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ രണ്ട് വ്യക്തികൾ ഏർപ്പെടുകയാണെങ്കിൽ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ഏർപ്പെടുകയാണെങ്കിൽ അത്തരം എഗ്രിമെന്റ്സിനെയാണ് വാഗറിംഗ് എന്ന് പറയുന്നത്. അവിടെ ആ മോണിറ്ററി ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരം എഗ്രിമെന്റ്സ് ഇല്ലീഗൽ ആണ്, അല്ലെങ്കിൽ വോയിഡ് ആണ്. ഇനി ലാസ്റ്റിൽ അതിൽ ഒരു കേസും കൂടെ വരുന്നുള്ളൂ, എഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. നമ്മൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നറിയുന്ന ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന കരാറുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് പലതരത്തിൽ വരാം. കോൺട്രാക്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഇമ്പോസിബിൾ ആണ് എന്നറിയുന്നത് ഉണ്ടാവും. അതേസമയം കോൺട്രാക്റ്റ് രൂപീകരിക്കുമ്പോൾ പോസിബിൾ ആവും, പിന്നീട് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണെങ്കിലും സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി ആണെങ്കിലും ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ആണെങ്കിലും ഇമ്പോസിബിൾ ആക്റ്റുകൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന എഗ്രിമെൻറ്റുകൾ വോയിഡ് ആണ്, അല്ലെങ്കിൽ ഇല്ലീഗലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ ഈ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണമാക്കി തരാം എന്ന് പറഞ്ഞു. ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരിക്കലും നമുക്ക് മാജിക് കൊണ്ടൊന്നും സ്വർണ്ണമാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റുകളിൽ നമ്മൾ പോയി പങ്കെടുക്കുകയും നമ്മൾക്ക് ആ കൊടുത്ത 5 ലക്ഷം പോവുകയും ചെയ്താൽ നമ്മൾക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ പോകാൻ പറ്റില്ല. കാരണം നിധി കണ്ടുപിടിച്ച് തരാം, സ്വർണം ക്രിയേറ്റ് ചെയ്ത് തരാം, മരിച്ച കുട്ടിയെ ജീവിപ്പിച്ച് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആളുകൾ, ചില അത്രയൊന്നും ബോധമില്ലാത്ത ആൾക്കാരെ, വിവരമൊക്കെ ഉണ്ടാവും പക്ഷെ ബോധം ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരെ എഗ്രിമെൻറ്റുകളിൽ എൻ്റർ ചെയ്യിപ്പിക്കാറുണ്ട്. അത്തരം എഗ്രിമെൻറ്റുകൾക്കൊന്നും കോടതിക്ക് മുന്നിൽ വാലിഡിറ്റി കിട്ടില്ല. അപ്പോൾ ഇത്തരം 11 കേസിൽ വരുന്ന എഗ്രിമെൻറ്റ്സും എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് ആണ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു വേർഡാണ് റെസ്റ്റിറ്റ്യൂഷൻ. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ അല്ലെങ്കിൽ
റീസ്റ്റോറേഷൻ എന്നാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. അതായത് ഏതെങ്കിലും ഒരു എഗ്രിമെൻ്റ് നമ്മൾ വോയിഡ് ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ബെനഫിറ്റ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. മസ്റ്റ് റീസ്റ്റോർ ഇറ്റ് ഓർ കോമ്പൻസേറ്റ് ഫോർ ഇറ്റ് ടു ദ പേഴ്സൺ ഫ്രം ഹും ഹി ഹാസ് റിസീവ്ഡ്. സെക്ഷൻ 65 അത് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എഗ്രിമെൻ്റ് രൂപീകരിച്ചു, അതിൽ നിന്ന് നമ്മൾ കുറേ അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ സ്വീകരിച്ചു, ബെനിഫിറ്റ് ഒക്കെ സ്വീകരിച്ചു, എന്നിട്ട് ആ എഗ്രിമെൻ്റ് വാല്യൂലെസ് ആണ് എന്നും പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതിൽ നിന്ന് വാങ്ങിച്ച ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ടേമാണ് സെക്ഷൻ 65 റെസ്റ്റിറ്റ്യൂഷൻ. റെസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ. ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? റീസ്റ്റോർ ചെയ്യണം. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എ പേസ് ₹1000 ഇൻ കൺസിഡറേഷൻ ഓഫ് ബീസ് പ്രോമിസിങ് ടു മാരി സി ഹു ഈസ് എസ് ഡോട്ടർ. എ ബിക്ക് എന്ത് ചെയ്യാണ്? 1000 രൂപ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ബി പ്രോമിസ് ചെയ്തു, ഞാൻ സിയെ കല്യാണം കഴിക്കാം. സി ആരാണ്? എയുടെ മകളാണ്. സി ഈസ് ഡെഡ് അറ്റ് ദ ടൈം ഓഫ് പ്രോമിസ്. ഇവരിങ്ങനെ പ്രോമിസ് ഒക്കെ ചെയ്തു, പക്ഷെ അപ്പോഴേക്കും സി മരിച്ചു പോയിരുന്നു. അപ്പോൾ ബി എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് വോയിഡായി. അപ്പോൾ ബി ആ 1000 രൂപ തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കേസുകളാണ് റെസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്. സാധാരണ രീതിയിൽ നമ്മൾ കോൺട്രാക്റ്റുകളൊക്കെ രൂപീകരിക്കുമ്പോൾ കണ്ടീഷണൽ കോൺട്രാക്ട്സ് ഒക്കെ വെക്കാറുണ്ട്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററിലെ പ്രൊവിഷൻ സംഭവിക്കുന്ന രീതിയിൽ. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എഗ്രിമെന്റ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം കൊളാറ്ററൽ ഈവന്റ് ഹാപ്പൻസ്. കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയും. ടു ഡു ഓർ നോട്ട് ടു ഡു. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ കൊളാറ്ററൽ ഈവന്റ് ഹാപ്പൻസ്, നമ്മൾ പറയുന്ന ഒരു പ്രത്യേക കാര്യം, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അത് സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിയോട് പറയാണ്, നിന്റെ വീട് കത്തിപ്പോയാൽ ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. അപ്പോൾ വെറുതെ 5 ലക്ഷം രൂപ കൊടുക്കുകയല്ല, നിന്റെ വീട് കത്തിപ്പോവുകയാണെങ്കിൽ ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ തരാം. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കണം? ബിയുടെ വീട് കത്തിപ്പോണം. അങ്ങനെയാണെങ്കിലാണ് ബിക്ക് എന്ത് കിട്ടുള്ളൂ? ആ 5 ലക്ഷം രൂപ കിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ഈവൻറ്റിനെ, അനുബന്ധ സംഭവത്തിനെ അടിസ്ഥാനമാക്കി അത് സംഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ പറയുന്ന എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുക? കണ്ടിൻജന്റ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഇത് തന്നെയാണ്. ഏറ്റവും ആദ്യമായി പറയുന്നത് എന്താ? ഇറ്റ് മെയ്ഡ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് സം ഈവൻറ്റ്. ഒരു കാര്യം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ ഒരു എക്സാമ്പിൾ, ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി, ആ ഫ്ലൈറ്റിന് ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം. ആ ഫ്ലൈറ്റ് പോണ പോക്കിൽ കത്തിപ്പോയെന്ന് വിചാരിക്കുക, നോട്ട് ഹാപ്പനിങ് ആണ്, അത് തിരിച്ചു വരാതിരുന്നാൽ. അല്ലെങ്കിൽ നമ്മൾ പറയാണ്, എൻ്റെ ഭൂമിയിൽ 1000 കിലോഗ്രാം നെല്ലുണ്ടായാൽ 100 കിലോഗ്രാം ഞാൻ നിനക്ക് തരാം. അങ്ങനെ ഒരു ഹാപ്പനിങ് ആണ് അവിടെ വരുന്നത്. ഹാപ്പനിങ്ങും നോൺ ഹാപ്പനിങ്ങും വരാമെന്നുള്ള അർത്ഥം. പിന്നെ ഈവന്റ് ഓൺ വിച്ച് പെർഫോമൻസ് ഈസ് മെയ്ഡ് ടു ഡിപ്പെൻഡ് ഈസ് ആൻ കൊളാറ്ററൽ ഈവന്റ്. ഇതിലൊരിക്കലും ആ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നിന്റെ വീട് കത്തിപ്പോയാൽ അതൊരു അനുബന്ധ കാര്യമാണ്, അതല്ല മെയിൻ സബ്ജക്റ്റ് മാറ്റർ. എന്നാൽ കണ്ടീഷണൽ കോൺട്രാക്റ്റുകളുണ്ട്. കണ്ടീഷണൽ കോൺട്രാക്റ്റും കണ്ടിൻജന്റ് കോൺട്രാക്റ്റും രണ്ടാണ്. അതെപ്പോഴും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ എഗ്രീസ് ടു ഡെലിവർ 100 bags ഓഫ് വീറ്റ്, 100 ബാഗ് ഗോതമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആൻഡ് ബി എഗ്രീസ് ടു പേ ദ പ്രൈസ് ഓൺലി ആഫ്റ്റർ വേർഡ്സ്. അത് കിട്ടിയാൽ ഞാൻ പൈസ തരാമെന്നാണ് പറയുന്നത്. ഗോതമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ പൈസ തരാം. അത് കണ്ടീഷനാണ്, കിട്ടിയാൽ പൈസ തരാം. എന്നാൽ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. നിനക്ക് 1000 കിലോഗ്രാം ഗോതമ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് 100 ഞാൻ തരാം. അങ്ങനെയൊക്കെ പറയുന്ന കേസുകളാണ് പറയുന്നത്. പിന്നെ വെൻ എ പ്രോമിസസ് ടു പേ ബി ₹10,000 ഇഫ് ഹി മാരീസ് സി.
സിയെ കല്യാണം കഴിച്ചാൽ നിനക്ക് 10,000 തരാം. അതൊക്കെ കണ്ടീഷനാണ്, കണ്ടിൻജൻ്റ് അല്ല. അതേപോലെ തന്നെ കണ്ടിൻജൻ്റ് ഈവൻറ്റ് ഷുഡ് നോട്ട് ബി മിയർ അറ്റ് ദ വിൽ ഓഫ് ദ പ്രോമിസർ. നമ്മൾ ഈ വാഗ്ദാനം ചെയ്യുന്ന ആളുടെ സ്വന്തം ഇഷ്ടം, അയാളുടെ തീരുമാനത്തിലല്ല കണ്ടിൻജൻസി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എ പ്രോമിസസ് ടു ബി ₹1,000 ഇഫ് ഹി സോ ചൂസസ്. അയാൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് എന്താവില്ല, കണ്ടിൻജൻ്റ് ആവില്ല. പിന്നെ നോക്കി നോക്കൂ, എ പ്രോമിസസ് ടു പേ ബി ₹1,000 ഇഫ് എ ലെഫ്റ്റ് ഡൽഹി ഫോർ മുംബൈ. ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് പോയാൽ 1000 രൂപ തരാം. ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് പോകാനാണ് പറയുന്നത്. അത് എന്താണ്, കണ്ടിൻജൻ്റ് കോൺട്രാക്റ്റ് ആണ്. ബിക്കോസ് ഗോയിങ് ടു മുംബൈ ഈസ് എൻ ഈവൻറ്റ്, നോ ഡൗട്ട് വിത്തിൻ എസ് വിൽ, ബട്ട് ഈസ് നോട്ട് മിയർലി ഹിസ് വിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ റൂൾസ് ആണ് പറയുന്നത്, കണ്ടിൻജൻ്റ് കോൺട്രാക്റ്റ് എങ്ങനെയെല്ലാം നമ്മൾക്ക് എൻഫോഴ്സ് ചെയ്യാം. ഫസ്റ്റിൽ ഏതാ വരുന്നത്, കോൺട്രാക്ട്സ് കണ്ടിൻജൻ്റ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ പറയില്ലേ, വീട് കത്തിയാൽ തരാം, അങ്ങനെയുള്ളത്. അതിന് എക്സാമ്പിൾ ആണ് എ മേക്സ് എ കോൺട്രാക്ട് വിത്ത് ബി ടു ബൈ ബീസ് ഹോഴ്സ് ഇഫ് എ സർവൈസ് സി. എ പറയാണ് ബിയുമായിട്ടൊരു കോൺട്രാക്റ്റ്, ഞാൻ നിന്റെ കുതിരയെ വാങ്ങാം. എങ്ങനെയാണെങ്കിൽ സർവൈവ്സ് സി, സി മരിച്ചിട്ടും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കുതിരയെ വാങ്ങാം. ആ കോൺട്രാക്റ്റ് എപ്പോൾ മാത്രമേ നമ്മൾക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, സി മരിക്കുന്നത് വരെ അല്ലേ, അൺലെസ് ആൻഡ് അൺടിൽ സി ഡൈസ് ഇൻ എസ് ലൈഫ് ടൈം. എയുടെ ജീവിതം ബാക്കി നിൽക്കണം, എ ജീവിച്ചിരിക്കണം, അതിൻ്റെ ഉള്ളിൽ ബി മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുവരെ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, സി മരിക്കുന്നത് വരെ. അത് ഹാപ്പനിങ്. രണ്ടാമത്തെ കേസ് ഏതാ, നോൺ ഹാപ്പനിങ് ഓഫ് എ സർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, എ അഗ്രീസ് ടു പേ ബി എ സം ഓഫ് മണി ഇഫ് എ സർട്ടൻ ഷിപ്പ് ഡസ് നോട്ട് റിട്ടേൺ. ഒരു കപ്പൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തരാം എന്ന് നമ്മൾ പറഞ്ഞു. ആ കപ്പൽ കടലിൽ മുങ്ങിപ്പോയി, അത് നശിച്ചുപോയി. അപ്പോൾ അത് തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉറപ്പായില്ലേ, അപ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ എഗ്രിമെൻ്റ് എൻഫോഴ്സ് ചെയ്യാം, അതുവരെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഏതാ പറയുന്നത്, സ്പെസിഫൈഡ് ടൈം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇമ്പോസിബിൾ ആണ് എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാം. എക്സാമ്പിൾ എന്താ പറയുന്നത്, എ അഗ്രീസ് ടു പേ ബി സം ഓഫ് മണി ഇഫ് ബി മാരീസ് സി. ബി സിയെ കല്യാണം കഴിച്ചാൽ എ ബിക്ക് ഒരു നിശ്ചിത സംഖ്യ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സി എന്ത് ചെയ്തു, സി ഡിയെ പോയി കല്യാണം കഴിച്ചു. അപ്പം ഇനി സി ഡിയെ ഡൈവോഴ്സ് ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ ഡി മരിച്ചു പോയാലൊക്കെയാണ് എന്തിനുള്ള സാധ്യതയുള്ളൂ, ബിക്ക് സിയെ കല്യാണം കഴിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ കോൺട്രാക്ട്സ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് എൻ അൺസർട്ടൻ ഈവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം ബിക്കം വോയിഡ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് ദ ടൈം ഫിക്സഡ്. അതായത് ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു, ആ സമയം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കാം, പിന്നെ എന്തില്ല, അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ല. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ കപ്പൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ആ പൈസ തരാം. 1 വർഷം കഴിഞ്ഞു, കപ്പൽ വന്നില്ല, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ കപ്പൽ തിരിച്ചു വന്നത് വിചാരിക്കാം, നമ്മൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, എൻഫോഴ്സിബിലിറ്റി ഇല്ല. പിന്നെ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ഫിക്സഡ് ടൈമിനുള്ളിൽ ഈ കാര്യം സംഭവിച്ചില്ലെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കേസിന് സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ, മറ്റത് തിരിച്ചു വന്നില്ലെങ്കിൽ നോട്ട് ഹാപ്പനിങ് വരുമ്പോൾ, രണ്ടാണെങ്കിലും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നാലേ എൻഫോഴ്സിബിലിറ്റി ഉള്ളൂ. ദെൻ കണ്ടിൻജന്റ് എഗ്രിമെന്റ് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ്. കണ്ടിൻജന്റ് എഗ്രിമെന്റിൽ എന്താ ഉണ്ടാവുക, ആ കൊളാറ്ററൽ ഈവന്റ്, ഇമ്പോസിബിൾ ഈവന്റ് അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാം എന്ന് പറയും. പക്ഷെ അത് ഇമ്പോസിബിൾ ആയി എന്ന് പറയാം, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. ഇമ്പോസിബിലിറ്റി ഓഫ് ദ ഇവന്റ് ഈസ് നോൺ or to the not to the parties to the agreement at the time when it is made. അത് രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇമ്പോസിബിലിറ്റി അറിയില്ല, അപ്പോഴൊക്കെ എന്തായി മാറും, വോയിഡായി മാറും.
പിന്നെ അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ അഗ്രീസ് ടു പേ ബി ₹1000 ഇഫ് 2 പാരലൽ സ്ട്രേറ്റ് ലൈൻസ് ഷുഡ് എൻക്ലോസ് എ സ്പേസ്. 2 സമാന്തര രേഖകൾ കൂട്ടിമുട്ടിയാൽ ഞാൻ നിനക്ക് 10,000 തരാം. ആ എഗ്രിമെന്റ് വോയിഡ് ആണ്. കാരണം എന്താ, ഒരിക്കലും 2 പാരലൽ ലൈൻസ് കൂട്ടിമുട്ടില്ല. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിൻജന്റ് കോൺട്രാക്ട് ആൻഡ് വാഗറിംഗ് കോൺട്രാക്ട്. വാഗറിംഗ് നമ്മൾ പറഞ്ഞു മിയർ ബെറ്റിംഗ് ആണ്, പൈസയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന എഗ്രിമെന്റുകളാണ് വാഗറിംഗ്. അതിൽ വേറെ ഒരു താല്പര്യമില്ല. പക്ഷേ കണ്ടിൻജന്റ് കോൺട്രാക്ട് അങ്ങനെയല്ല. കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ നമ്മൾക്ക് എന്തുണ്ട്, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വാഗറിംഗ് എഗ്രിമെന്റിൽ റെസിപ്രോക്കൽ പ്രോമിസുകൾ ഉണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട്. കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ എന്തില്ല, റെസിപ്രോക്കൽ പ്രോമിസുകളില്ല. അതായത് പ്രോമിസർ നൽകുന്ന വാഗ്ദാനം മാത്രമേ ഉള്ളൂ. രണ്ടാമതായി പറയുന്നത് വാഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കണ്ടിൻജന്റ് നാച്ചർ ഉള്ളതാണ്. പക്ഷെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റുകളെല്ലാം വാഗറിംഗ് അല്ല. വാഗറിംഗ് എഗ്രിമെന്റ് വോയിഡ് ആണ്, കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് വാലിഡ് ആണ്. പിന്നെ വാഗറിംഗ് എഗ്രിമെന്റ്സിലെ പാർട്ടീസിന് നമ്മൾ ആദ്യം പറഞ്ഞത് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല പൈസയല്ലാതെ. പക്ഷേ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല, ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ വാഗറിംഗ് എഗ്രിമെന്റിൽ ഫ്യൂച്ചർ ഇവന്റ് ഈസ് ദ സോൾ ഡിറ്റർമിനിങ് ഫാക്ടർ. പക്ഷേ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ ഈവന്റ് എന്ന് പറയുന്നത് എന്താണ്, കൊളാറ്ററൽ ആണ്. മറ്റേതിൽ അതാണ് മെയിൻ കാര്യം. കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല, അത് വെറും കൊളാറ്ററൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത്രയാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, കണ്ടിൻജന്റ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ വോയിഡ് എഗ്രിമെന്റ്സും. അപ്പോൾ ഏതൊക്കെ തരം എഗ്രിമെന്റുകളാണ് ക്ലിയർലി എക്സ്പ്രസ്ഡ് ആസ് വോയിഡ്, അതേപോലെ എന്താണ് കണ്ടിൻജന്റ് കോൺട്രാക്റ്റ്, കണ്ടിൻജന്റ് കോൺട്രാക്റ്റും വാഗറിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് 6